നമസ്കാരം. ഉത്തരത്തിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം സിറ്റിയിൽ ഓടുന്ന ബസ്സുകൾ, ഈ ചെറിയ ബസ്സുകൾ ഓടുന്നുണ്ട്. വൈദ്യുതിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഭയങ്കര നഷ്ടമാണത്. അത് ലാഭം എന്ന് പറയാൻ പറ്റില്ല, തുച്ഛമായ ലാഭമാണ് അതിന് പലപ്പോഴും കിട്ടുന്നത്. കാരണം മിക്കവാറും ബസ്സിന് ആളില്ല. 10 രൂപ വെച്ച് ഓടുമ്പോഴത്തേക്കും ഒരു 100 പേര് ഒരു ബസ്സിൽ കയറാൻ സൗകര്യമില്ല. അതിനകത്ത് 100 പേര് കയറി എന്ന് വയ്ക്കൂ, 100 പേര് കയറാനൊക്കില്ല ബസ്സിനകത്ത്. 10 രൂപ എത്ര രൂപ കിട്ടും? 1000 രൂപ കിട്ടും. അതിന് കറണ്ട് ചാർജ് എത്ര വേണം? ഡ്രൈവറെ ശമ്പളം എത്ര വേണം? 28 പൈസ വെച്ച് സ്വിഫ്റ്റിന് കൊടുക്കണം. 28 രൂപ വെച്ച് ഒരു കിലോമീറ്റർ. ഇപ്പം 100 കിലോമീറ്റർ ഓടുമ്പോൾ എന്താ മിച്ചമുണ്ട്? 200 കിലോമീറ്റർ ശരാശരി ഓടുന്നുണ്ട്. കണക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾ കേൾക്കണം. 10 രൂപ വെച്ച് ആ വണ്ടിയിൽ 100 പേര് കയറാൻ പറ്റത്തില്ല, എങ്കിലും ഒരു 100 പേര് കയറി എന്ന് നിങ്ങൾ കണക്കാക്കുക. 10 രൂപ വെച്ചിട്ട് 1000 രൂപയായി. 28 രൂപ വെച്ച് KSRTC ഇതിൽ നിന്ന് കളക്ഷനിൽ നിന്നും സ്വിഫ്റ്റിന് കൊടുക്കണം. ഒരു കിലോമീറ്റർ 28 രൂപ വെച്ച് ഒരു ദിവസം 200 കിലോമീറ്റർ ഓടും. കറണ്ട് ചാർജ് KSRTC കൊടുക്കണം. ഇതിൻ്റെ ലാഭം എത്ര ഉണ്ടാവും എന്ന് സിമ്പിളായിട്ട് നോക്കാം. ഇങ്ങനെയൊക്കെയുള്ള കളികൾ നമുക്ക് KSRTC ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കളിക്കാൻ പറ്റത്തില്ല. ഈ ഇലക്ട്രിക് ബസ്സിൻ്റെ സൈസിലുള്ള ഒരു ചെറിയ ബസ് ഡീസൽ വണ്ടി നമ്മൾ വാങ്ങിച്ചാൽ 24 ലക്ഷം രൂപ കൊടുത്താണ്. ഇതിന് 1 കോടി രൂപ കൊടുക്കണം. 99 ലക്ഷം രൂപയാണ് ഈ ഒരു വണ്ടിയുടെ വില. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ വിലയ്ക്ക് 4 വണ്ടി വാങ്ങിക്കാം. അപ്പം നാട്ടിൽ ഇഷ്ടംപോലെ വണ്ടി കാണും. ഇത് എത്ര നാൾ പോകും എന്നുള്ള കാര്യം അവർക്ക് ഉണ്ടാക്കിയവർക്ക് അറിയത്തില്ല, എനിക്കും അറിയത്തില്ല, ദൈവം തമ്പുരാന് മാത്രമേ അറിയാവൂ എന്നാണ് യാഥാർത്ഥ്യം. ആർക്കെങ്കിലും ഉറപ്പ് പറയാൻ പറ്റുമോ? 1 കോടി രൂപയാണ് ഒരു വണ്ടിയുടെ വില. 1 കോടി രൂപ അടുത്തായി, 99 98 ആണ് വില. ആ വിലയ്ക്ക് 4 പേരെ ചെറിയ വണ്ടി വാങ്ങിക്കാം, ഡീസൽ വണ്ടിയാണെങ്കിൽ. അതാകുമ്പോൾ മലയോര പ്രദേശം, ഇതിപ്പം പൊന്മുടിക്ക് പോകാൻ പറ്റുമോ? ഇത് പൊന്മുടിക്ക് പോകാൻ പറ്റില്ലല്ലോ, ഇവിടെ കിടന്നോടാനില്ലേ. അതിൽ തന്നെ ലാഭകരമല്ലാത്ത എല്ലാം മാറ്റിയിട്ട് വേറെ മേഖലകളിലേക്ക് വിടും. ഇലക്ട്രിക് ബസ് എന്നുള്ള ആശയം മുഖ്യമന്ത്രി പറഞ്ഞ പരിസ്ഥിതി മലിനീകരണമില്ല, നമുക്ക് പിന്നെ ലാഭമാണെന്ന് നമ്മൾ കരുതിയെങ്കിലും അതിൻ്റെ ഡ്യൂറബിലിറ്റിയെ പറ്റി നിങ്ങൾക്ക് വല്ല ഉറപ്പുണ്ടോ? MBDക്ക് കാർ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഓരോ കാറിൻ്റെ കണ്ടീഷൻ നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? നമ്മൾ വളരെ എന്താ പറയുക, ഓരോ പണവും KSRTC സംബന്ധിച്ച് ഓരോ പൈസയും വിലപ്പെട്ടതാണ്. ഇപ്പോൾ ഇത് KSRTC സംബന്ധിച്ച് നിങ്ങളെല്ലാം മനസ്സിലാക്കണം. KSRTC ഏറ്റവും കൂടുതൽ ഓടുന്നത് റെയിൽവേ ഇല്ലാത്ത മേഖലയാണ്. പത്തനംതിട്ട, ഇടുക്കി, കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖല, തിരുവനന്തപുരം ജില്ലയുടെ കിഴക്കൻ മേഖല. KSRTCക്ക് പണം ഉണ്ടാക്കി കൊടുക്കുന്നത് ആ മേഖലയാണ്. ഇപ്പം നമ്മൾ വയനാട് പോകുന്നു, ട്രെയിനില്ലല്ലോ. ഈ ട്രെയിൻ പോകുന്നിടത്ത് പല സ്ഥലത്തും ആളുകൾ KSRTC ആശ്രയിക്കില്ല. കാരണം KSRTCക്കാളും ചാർജ് കുറവാണ്. പിന്നെ എങ്ങും നിർത്താതെ അങ്ങ് പോകും. ഇവിടുന്ന് കോട്ടയത്തേക്ക് പോകുന്ന ഒരാൾ 3 മണിക്കൂർ കൊണ്ട് ട്രെയിനിലെത്തും, പൈസയും കുറച്ച് കൊടുത്താൽ മതി. KSRTC കയറിയാൽ വെഞ്ഞാറമ്മൂട്, പന്തളം, കൊട്ടാരക്കര, അടൂര് ഇങ്ങനെ കയറി 6-6.5 മണിക്കൂർ കൊണ്ടേ കോട്ടയത്തെത്തും. ഈ പേടിയുണ്ട് ആളുകൾ, നിങ്ങളായാലും കയറത്തില്ലല്ലോ, പിന്നെ എമർജൻസിക്കല്ലേ കയറുന്നേ. അപ്പം നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന കിഴക്കൻ മലയോര മേഖലകളിൽ ഉള്ള പ്രശ്നങ്ങൾ, അവിടെയുള്ള ആളുകൾ, തോട്ടം തൊഴിലാളികൾ, പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആദിവാസി മേഖലയിലുള്ള ആളുകൾ, അവിടെയൊക്കെ ഇലക്ട്രിക് ബസ് കൊണ്ട് പോകാനൊക്കത്തില്ല, കയറില്ലല്ലോ. സിറ്റിയിൽ പറ്റും. ഇപ്പോൾ സിറ്റിയിൽ വരുവാണെങ്കിൽ ആറ്റിങ്ങ വരെ പോകാൻ നോക്കൂ, കൊല്ലം വരെ പോകാം, തിരിച്ചു വരാം. കോവളം, ഇപ്പോൾ കോവളം ടെക്നോ പാർക്കിൽ നിന്നൊരു വണ്ടി കോവളത്തേക്ക് തുടങ്ങാൻ പറഞ്ഞിട്ടുണ്ട്, സർവീസ് റോഡിലൂടെ. അത് മെയിൻ റോഡിൽ കൂടെ ആരും കയറില്ല, ഹൈവേ കൂടെ. അപ്പോൾ തിരുവല്ലത്ത് നിന്ന് ടോൾ ഒഴിവാക്കി തിരുവല്ലത്ത് നിന്ന് കറങ്ങി അങ്ങനെ ഒരു ബസ് ഓടിച്ചു നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരും, അങ്ങനെയുള്ള മാറ്റങ്ങളാണ് വരുന്നത്. ഇത് കൊള്ളത്തില്ലെന്നോ അല്ലെങ്കിൽ ചീത്തയായി പോയെന്നല്ല എൻ്റെ അർത്ഥം, മനസ്സിലായത്. ഇത് ഫീസിബിൾ ആക്കണം. പക്ഷേ ഇതിനെ ഡ്യൂറബിലിറ്റിയെ പറ്റി ഏത് കമ്പനിയാണ് ഇന്ന വണ്ടി ഇത്ര വർഷം ബാറ്ററിക്ക് ഗ്യാരണ്ടി ഉണ്ടെന്ന് ഉറപ്പുറഞ്ഞത് ഉണ്ടോ? ഞാൻ കണ്ടില്ല, അതാണ് ഞാൻ ചോദിച്ചത്. ഇന്ത്യയിൽ എവിടെയും കണ്ടതായിട്ട് ഓർക്കുന്നില്ല. ഇങ്ങനെ പറയുന്നതല്ലാതെ ആരും പറയുന്നില്ല. അല്ല, അതല്ലേ ഞാൻ പറഞ്ഞത്. ഒരു മന്ത്രിയുടെ പ്രശ്നമല്ലല്ലോ, ഇവിടെ മന്ത്രിസഭ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ വരുന്ന സേവനങ്ങളെ ഏതെങ്കിലും ഒന്ന് ഇല്ലായ്മ ചെയ്യുക എന്നുള്ള നിലപാട് ഗവൺമെന്റ് എടുക്കുന്ന നിലപാടിന്റെ ഭാഗം. മനോരമയിൽ കണ്ടു ഗണേഷ് കുമാറിനെ കുറിച്ച് കഴിഞ്ഞില്ല, ശിക്ഷ കഴിഞ്ഞില്ല, ഇനി ഇത് വിടും. പുതിയ തീരുമാനമില്ല. തീരുമാനം എടുക്കുന്നില്ല. രാവിലെ മനോരമ കണ്ടപ്പോൾ അതിനകത്ത് ഇങ്ങനെ കുറിച്ച് ശിക്ഷിച്ചതായിട്ടുണ്ട്. ശിക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു കഴിഞ്ഞാൽ 5 പ്രാവശ്യം തൂക്കിക്കൊല്ലാൻ പറ്റും. ഇല്ല, ഇനി എല്ലാം ഉദ്യോഗസ്ഥന്മാരെ അറിയിക്കും. ഇത് പൊട്ടക്കണക്കൊന്നും അല്ല, എടുത്തുകൊണ്ട് വന്നോ കുഴപ്പമില്ല. എന്നെ ഉപദ്രവിക്കണം എന്നുണ്ടെങ്കിൽ ഇത് പറയാനുള്ളൂ, നാട്ടുകാർ ചിരിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്നെ ഉപദ്രവിക്കാൻ ആണെങ്കിൽ എനിക്ക് യാതൊരു വിരോധമില്ല. ഉപദ്രവിച്ചോളുക. ചില ആളുകൾക്ക് ഉദ്ദേശമുണ്ട് ഉപദ്രവിക്കാനുള്ളത്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇവർക്കാർക്കും ഒരു ദ്രോഹം ചെയ്തില്ല.
വല്ലപ്പോഴും ഒരു സത്യം പറയും, പറയുന്നത് സത്യം പറയുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ സത്യമാണെന്ന് തെളിയിക്കാൻ എനിക്ക് ആരുടെയും പോകില്ല. ഏതാണ്ട് 50-ൽ താഴെ വണ്ടികൾ മാത്രമാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തത്. എന്തുകൊണ്ടെന്നാൽ നാഗാലാൻഡിൽ രജിസ്റ്റർ ചെയ്താൽ തുച്ഛമായ ടാക്സേ ഉള്ളൂ. ഇന്ന് ഇന്ത്യയിൽ നിലവിലുള്ള മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം അവിടെ രജിസ്റ്റർ ചെയ്താലും കേരളത്തിലെ റോഡ് ഉപയോഗിച്ച് സന്തോഷമായിട്ട് ഓടാം. മോട്ടോർ വാഹന വകുപ്പ് പരിശോധന ഈ ടാക്സിന്റെ കാര്യത്തിൽ ഒരു പുനഃപരിശോധന ആലോചിക്കുന്നുണ്ട്. കാരണം കൂടുതൽ വണ്ടികൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യണം. അവരുപയോഗിക്കുന്നത് കേരളത്തിലെ റോഡാണ്, നമ്മുടെ പീഡബ്ല്യൂഡിയുടെ റോഡുകളാണ് അവർ ഉപയോഗിക്കുന്ന ഭൂരിപക്ഷവും, ഹൈവേകളും. പക്ഷേ ടാക്സ് വേറെ സംസ്ഥാനത്തേക്ക് പോവുകയും നമുക്കതിന്റെ ഗുണമില്ലാതെ പോവുകയും ചെയ്യുന്നുണ്ട്. രാവിലെ എണീച്ചു കഴിഞ്ഞാൽ ചില ഗണേഷ് കുമാറിന് ഇടി കിട്ടി, തൊഴി കിട്ടി എന്നൊക്കെയാണ്. എന്നെ നാട്ടുകാരും ഇടിക്കാൻ തൊഴിക്കുന്നില്ല. എനിക്ക് ആകെ എന്നെ പോലീസ് വകുപ്പ് നിർബന്ധിച്ചുകൊണ്ട് ഒരു ഗൺമാൻ അവിടെ ദൂരം ഉണ്ട്. എന്നെ ആരും ഒന്നും ചെയ്യത്തില്ല.